Sky Wave Water and Amusement Park, Kakkadampoyil, Valamthood, Malappuram. അകമ്പാടം വട്ടിക്കുന്ന് കാഞ്ഞിരപ്പടിയിൽ കാട്ടാന വീടുകളുടെ മതിൽ തകർത്തു. 100-ലേറെ കുടുംബങ്ങൾ താമസിക്കുന്ന ജനവാസ മേഖലയിലെ വീട്ടുമുറ്റങ്ങളിലേക്കാണ് അപകടകാരിയായ ചുള്ളിക്കൊമ്പൻ എത്തിയത്. കല്ലിടുമ്പൻ ബാപ്പുട്ടി, തൊട്ടാശ്ശേരി ഹബീബ്, ആനക്കല്ലൻ സെലീന, തയ്യിൽ കുടുംബം എന്നിവരുടെ വീടുകളുടെ മതിലുകളാണ് ചവിട്ടി തകർത്തത്. ഇന്നലെ രാത്രി 11:15 കാട്ടാനയെ വീട്ടിന്റെ സിറ്റൌട്ടിൽ ഇരിക്കുകയായിരുന്ന കുട്ടികൾ കാണുന്നത്. തുമ്പത്ത് കുഞ്ഞിപ്പയുടെ വീട്ടുമുറ്റത്താണ് കാട്ടാനെത്തിയത്. ആനയെ കണ്ട കുട്ടികൾ വീടിനുള്ളിലേക്ക് ഓടിക്കയറുകയായിരുന്നു. 65 വർഷത്തിലേറെയായി ജനവാസ മേഖലയാണിത്. അകമ്പാടം ടൗണിനോട് ചേർന്ന പ്രദേശം കൂടിയാണ്. 100 യാത്രക്കാരാണ് ഇതുവഴി കടന്നു പോകുന്നത്. അകമ്പാടം വനം സ്റ്റേഷനിൽ നിന്നും ഇവിടേക്ക് 300 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകർ സ്ഥലത്തെത്തി നഷ്ടം കണക്കാക്കിയിട്ടുണ്ട്. ഭയമില്ലാതെ വീടുകളിൽ കഴിയാൻ അവസരമൊരുക്കണമെന്നാണ് പ്രദേശവാസികളായ തുമ്പത്ത് കുഞ്ഞിപ്പ, ബാപ്പുട്ടി, ഹക്കീം എന്നിവർക്ക് പറയാനുള്ളത്. പിന്നെ റൈറ്റ് സൈഡിലും അതിലും പൊളിച്ചു. പിന്നെ അങ്ങനെ പോർച്ചിൻ്റെ കൂടെ വന്നിട്ട് മറ്റേ മതിലും പൊളിച്ചിട്ട് ഇതിനങ്ങനെ ബാപ്പുട്ടിൻ്റെ വീട് കൂടെ കയറി. ആന കണ്ടോ? ആന കണ്ടു, വീഡിയോ ഉണ്ട്, പക്ഷെ അത്ര ക്ലിയർ അല്ല. വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് അങ്ങനെ ബാക്കിൽ വീട്ടിൽ കൂടെ കയറിയിട്ട് ഫോറസ്റ്റ് കൂടെ അങ്ങോട്ട് കയറിപ്പോയി. താമസിച്ച് കാട്ടി കളിച്ച് ഇവിടെ എല്ലാവർക്കും കുട്ടികളൊക്കെ ഇറങ്ങി കളിക്കുന്ന ഒരു ഏരിയയാണ്. ഒരാന പോയിട്ട് ആനൻ്റെ ഒരു ലാഞ്ചനില്ലാത്ത സ്ഥലത്ത് കൂടെ അപ്പം ആന ഇന്നലെ മതിൽ പൊളിച്ച് ഇപ്പം പെങ്ങളായി വേലികൾ 2 ഭാഗത്തും തകർത്ത്, ബാപ്പുട്ടിൻ്റെ മതിലും പരിപൂർണമായി തകർത്ത്, അങ്ങനെ വലിയൊരു നഷ്ടം ഉണ്ടാക്കിയ ആനനെ ഇനിയിപ്പോൾ ഇവിടെ താമസിക്കാറിയുന്നൊരു വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കേസ്. അപ്പം സർക്കാരിൻ്റെ ഭാഗത്ത് നമുക്ക് കൃത്യമായിട്ട് ഒരു സോളാർ പാനൽ ഇതിനെ ബോർഡർ ചെയ്ത് വെച്ചെങ്കിലേ ഇനി ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആകുലപ്പെട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാൻ ഇടവരുത്തരുത്. അപ്പോൾ ഞങ്ങൾ മെമ്പറുണ്ട്. മെമ്പറിൻ്റെയൊക്കെ ഒരു സ്വാധീനം കൊണ്ട് തന്നെ നമുക്ക് MLA ഒക്കെ ഒരു ബന്ധം കൊണ്ട് കൃത്യമായിട്ടൊരു സോളാർ പാനൽ വെക്കാതെ ഇനി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അതിന് ഒരു പരിഹാരം ഉണ്ടാകണമെന്നാണ് വളരെ വിനയപൂർവ്വം ഇതിൻ്റെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് നമുക്ക് പറയാനുള്ളത്. ആനയൊക്കെ പേടിയുണ്ടോ? നല്ല പേടിയിലാണ്. പിന്നെ ഞാനാണെങ്കിൽ ഇവിടെ ഒറ്റക്കാണ്, പേരക്കുട്ടി ഞാനിവിടെ ഒറ്റക്കാണ്. ഇവിടെ താമസിക്കാൻ വളരെയധികം പേടിയാണ്. അതുകൊണ്ട് ഇവിടുത്തെ നല്ലൊരു ഭാഗത്തും നമ്മൾ ഈ റോഡും കൂടി ഒന്ന് ശരിയാക്കി തരണമെന്നാണ് ഇന്നലെ രാത്രി എന്തായിട്ട് പറയാറുള്ളത്. രാത്രി ഇന്നലെ ആനശല്യം ഭയങ്കരമായിട്ട് വന്നു. ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല, പക്ഷേ പേടികൊണ്ട് അകത്തന്നെ നിന്നൊക്കെയാണ്. ഇപ്പോൾ പുറത്തിറങ്ങാതെ പാതിരും ജനലൊക്കെ അടച്ച് ആക്കിയിരുന്നിട്ടുണ്ട്. ആനൊരു 11:15 എപ്പോഴാണ് വന്നത്. 11:15 വരുമ്പോൾ പിന്നെ കുട്ടികൾ ചെരുപ്പെടുത്തൊക്കെ നോക്കുമ്പോൾ ആനയുടെ പുറത്ത് മുറ്റത്ത് നിൽക്കുന്നു. ആന ഇങ്ങനെ അതിലിങ്ങനെ കടന്നു വന്നുകൊണ്ട് ടബ്ബർ കൂടെ കടന്നുകൊണ്ട് പിന്നെ ഇവിടെ ബാപ്പുട്ടിൻ്റെ മതിലൊക്കെ ചവിട്ടി പൊളിച്ച് കണ്ടാണ് മറ്റേ തൊട്ടിയ ബാപ്പുട്ടിൻ്റെയും കല്ലുടുമ്പ ബാപ്പുട്ടിൻ്റെ മതിലാണ് പോയിക്കണത്. പിന്നെ ബാപ്പുട്ടിൻ്റെ അവിടെ കുറച്ച് താർപ്പായി ഇതൊക്കെ വലിച്ച് കയറിക്കാണ്ട് അങ്ങനെയാണ് പോയിക്കാണ്ട് സൈനുദ്ദീൻ്റെ വീട്ടിൻ്റെ ഇതിലാണ് കയറിക്കാണ്ട് പോയിക്കുകയാണ്. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ താൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ എന്നും കൂടെയുണ്ടാകുമെന്ന് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം സഹിൽ അകമ്പാടം പറഞ്ഞു. രാത്രി 11 മണിയോട് കൂടിയിട്ടാണ് ഈ വട്ടിക്കുന്ന് മേഖലയിലെ വിവിധ വീടുകളും കൃഷിസ്ഥലങ്ങളും മതിലുകളും ഒക്കെ തകർത്തുകൊണ്ട് മനുഷ്യരുടെ സ്വൈരവിഹാരത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ആനയുടെ ശല്യം. ഇതുവരെ ആന ഇവിടെ വന്നു പോകുക എന്നുള്ളതല്ലാതെ ഇതുവരെ ആളുകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വീടും അതുപോലെ തന്നെ മതിലുകൾ അതുപോലെ തന്നെ കൃഷിസ്ഥലങ്ങളൊക്കെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് ആനയുടെ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അടിയന്തരമായി പരിഹരിക്കപ്പെടണം. കാരണം നമുക്കറിയാം, നമ്മുടെ ഈ ഫോറസ്റ്റുമായി അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നിന്നുള്ള കടന്നുകയറ്റം തടയുന്നതിന് സോളാർ ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇതിനൊരു ആന ശല്യം രൂക്ഷമാകും ജനവാസ മേഖലയിലേക്ക് കടന്നു വരാത്ത തരത്തിലേക്കുള്ള ഒരു കരുതൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകണം. അതിനുവേണ്ടി ജനപ്രതിനിധികൾ എന്നുള്ളതൊക്കെ ഞങ്ങളൊക്കെ സമ്മർദ്ദം ചെലുത്തും. അതുപോലെ തന്നെ ഇന്നലെ ഇപ്പോൾ മനസ്സിലാക്കുന്നത് കുട്ടികൾ ഉൾപ്പെടെ അവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോഴാണ്, ഇപ്പോൾ കുഞ്ഞിപ്പാക്കാൻ്റെ വീട്ടിൽ അവരെ മക്കൾ അവിടെ ഇരിക്കുമ്പോഴാണ് ഭയത്തോടു കൂടി അകത്തേക്ക് ഓടിപ്പോകുന്ന സ്ഥിതി ഉണ്ടായത്. കാരണം 11 മണിയൊക്കെ ആ സമയത്തൊന്നും ആളുകൾ പുറത്ത്, അതുപോലെ തന്നെ ഈ റോഡ് ആളുകൾ ഉപയോഗിക്കുന്നതാണ്. ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തോ ഭാഗ്യത്തിന് ആളുകൾക്കൊന്നും പറ്റിയില്ല എന്നാണ് പറയാനുള്ളത്.
അപകടകാരിയായ ചുള്ളിക്കൊമ്പന്റെ പ്രധാന വിനോദം വീടുകളുടെ മതിലുകൾ തകർക്കുന്നതാണ്. പെരുമ്പത്തൂർ, കുറുങ്കുളം, മണ്ണുപ്പാടം, മൈലാടി ഭാഗങ്ങളിലും ചുള്ളിക്കൊമ്പൻ ഇതിനകം നിരവധി വീടുകളുടെ മതിലുകളാണ് തകർത്തിട്ടുള്ളത്. എ+ വിഷൻ, ചാലിയാർ. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.